ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോളേജിൽ പരിപാടിക്ക് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ വീഡിയോ എടുക്കാൻ വന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോ, ഇവരുടെ ആനുവൽ ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അങ്ങനെ നമ്മുടെ പരിപാടിയുടെ മുഖ്യ അതിഥി വന്നിരിക്കുകയാണ് ഗൈസ്. പിന്നെ കുറച്ച് സീരിയൽ നടന്മാരും ഡയറക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊന്നും ആരാന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. പ്രാർത്ഥനയുണ്ട്, എല്ലാവരും അനങ്ങാൻ നിൽക്കുകയാണ് ഗൈസ്. ഇനി കുറച്ചിന് പ്രാർത്ഥനയും പ്രസംഗമൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നമുക്ക് പരിപാടിയിലോട്ട്. അങ്ങനെ നമ്മുടെ പരിപാടി തുടങ്ങി. ആദ്യത്തെ പരിപാടി തന്നെ നല്ല ഇംപ്രസീവ് ആയിരുന്നു ഗൈസ്. പ്രപ്പോസൽ സെക്ഷൻ ആയിരുന്നു. ഇതൊക്കെ നോക്കിയിരിക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കൂ, നമ്മളിതിലില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മേക്കപ്പ് ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ഇവിടെ വൻ പരിപാടി നടക്കുന്നു. അതിനിടയിലും വൻ വൈബ് അടിക്കുന്ന ടീമുകളെ കാണിച്ചു തരാം ഗൈസ്. പിന്നെ ഡാൻസും പരിപാടികളൊക്കെ തുടങ്ങി. കപ്പിൾ ഡാൻസ് ആയിരുന്നു ഗൈസ്. അതിനിടയ്ക്ക് ഇവിടെ നമ്മളും വീഡിയോ എടുക്കാൻ തുടങ്ങി. പരിപാടിയൊക്കെ കിടിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി ഗൈസ്. ഫുള്ള് വെള്ളമായി ഗൈസ്. വെള്ളത്തിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. എത്ര മഴ പെയ്താലും വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് കട്ടയ്ക്ക് നിൽക്കുകയാണ് ഗൈസ് പിള്ളേർ. മഴ പെയ്ത് നല്ല രീതിയിൽ വെള്ളം കയറി ഇരിക്കുകയാണ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പോലും പറ്റത്തില്ല ഗൈസ്. പുള്ളിക്കാരൻ ഷൂ നനയാതിരിക്കാനുള്ള കഷ്ടപ്പാടാണ്. എന്റെ ഷൂവിനകത്ത് 2.5 ലിറ്റർ വെള്ളം ഇപ്പൊ തന്നെ. ഫൈനലി പുള്ളി രക്ഷപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ മെയിൻ പരിപാടി ഫോം പാർട്ടിയാണ് ഗൈസ്. അതിനുള്ള വെള്ളമാണ് ഇപ്പൊ കൊണ്ടു. അങ്ങനെ നമ്മൾ വെള്ളം എത്തി മഴവെള്ള സംഭരണിയിൽ നിന്ന് ശേഖരിച്ച വെള്ളമാണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞത് കിടിലായിരിക്കും ഗൈസ്. താഴെയും മുകളിലും ഫുള്ള് വെള്ളം. കൊള്ളാം ഗൈസ്. പത കൊണ്ടൊരു ആറാട്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ ഇങ്ങനെ കാണുന്നത്. 2 ആഴ്ചത്തേക്ക് ഇനി കുളിക്കണ്ട. മഴയത്ത് പാട്ടും കേട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ഇവിടെ വരണമായിരുന്നു ഗൈസ്. അതിന്റെ ഇടയ്ക്ക് വീഡിയോക്കകത്ത് വെറൈറ്റി ആയിട്ട് വരണം എന്ന് പറഞ്ഞ തലയിൽ കിരീട കണക്ക് പത വയ്ക്കാൻ പോയ ആളെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പതയൊക്കെ ആയിട്ട് വരുന്നതൊക്കെ കൊച്ചു പിള്ളേർക്ക് കളിപ്പാട്ടം കിട്ടിയാണ്. നിങ്ങൾ ഫോം പാർട്ടിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ബിരിയാണിയും കിട്ടി നേരെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് ഫോളോ ചെയ്ത് വെച്ചോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.